സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവലോകന യോഗം വിളിച്ചിരിക്കുകയാണ്. പെട്രോളിയം ഊർജ്ജ രംഗത്തെ സാഹചര്യം ചർച്ചയാകും, LPG പ്രതിസന്ധിയും ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ, യുദ്ധത്തിന്റെ രൂക്ഷത ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാചകവാതക പ്രതിസന്ധി, ഇന്ധന പ്രതിസന്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു ആശങ്കപ്പെടേണ്ടതുണ്ടോ, അതോ എന്താണ് സാഹചര്യം എന്നുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണോ? വിനീത, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഒരു മാസമാകാൻ പോകുന്നു. ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യോഗം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. നിലവിലത്തെ പെട്രോളിയം സാഹചര്യം, ഒപ്പം തന്നെ ഊർജ്ജ സാഹചര്യം അടക്കം വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു അവലോകന യോഗമാണ്. ഇതിനകത്ത് മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്, വ്യോമയാന മന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇന്ന് 2500 സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയതെന്നും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം വിമാന കമ്പനികൾ ഇതിനോടകം തന്നെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ആശങ്കയെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ വ്യോമയാന മന്ത്രിയുമായിട്ടും അടക്കം ആശയവിനിമയം നടത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. ഒപ്പം തന്നെ ഇന്ന് 2 കപ്പലുകൾ കൂടി ഇന്ത്യയിൽ എത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി ഒരു കപ്പലെത്തി, ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് LPG-യുമായി മറ്റൊരു കപ്പലെത്തി. ഇതോടുകൂടി LPG പ്രതിസന്ധിക്കടക്കം എണ്ണ പ്രതിസന്ധിക്കൊക്കെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. 20% അധിക വിഹിതം കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതോടുകൂടി LPG പ്രതിസന്ധി ഏകദേശം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ, മന്ത്രിമാരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന്റെ വിശദാംശങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും. ശരി, എന്താണ് യോഗ തീരുമാനങ്ങൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ചരക്ക് എത്തിയില്ലെങ്കിൽ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. റഷ്യൻ എണ്ണ കൂടുതലായി എത്തിക്കുന്നു, റഷ്യൻ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മതിയാകില്ല. രാജ്യത്തെ ഊർജ്ജ സാഹചര്യം കൂടി വിലയിരുത്താൻ പോകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന